ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മുടെ USSന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഭക്തി മൂവ്മെന്റിലെ 3 പ്രൊപ്പഗേറ്റേഴ്സ് ആയിരുന്നു ബസവണ്ണ, കബീർ ആൻഡ് ഗുരു നാനക്. ഇതിൽ ബസവനെ കുറിച്ച് നമുക്ക് ആകെ 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതൊന്നാണ് വീരശൈവ മൂവ്മെന്റ്, വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരായിരുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബസവണ്ണ എന്നാണ് ആൻസർ വരിക. അതുപോലെ അനുഭവ മണ്ഡപം എന്ന് പറയുന്ന സ്പിരിച്വൽ ഫോറം, ആത്മീയ ചർച്ചാവേദി ആരാണ് സ്ഥാപിച്ചത്? അതും നമ്മുടെ ബസവണ്ണയാണ്. അതായത് 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ചതാണ് അനുഭവ മണ്ഡപം. ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരായിരുന്നു? അല്ലാമ പ്രഭുവും അക്ക മഹാദേവി ആയിരുന്നു കേട്ടോ. അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ആയിരുന്നു ഈ ഒരു ഡിസ്കഷൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്താണ്, എല്ലാവർക്കും ഇവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. വേദ കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാ ഡിസ്കഷനും ഒന്നും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവ മണ്ഡപത്തിൽ എല്ലാവർക്കും ജാതി അല്ലെങ്കിൽ മതവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. പീപ്പിൾ യൂസ്ഡ് ടു കം അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്. ആളുകൾ അനുഭവ മണ്ഡപത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിവ് പുതുക്കലിന് വേണ്ടിയിട്ടും അതുപോലെ ആത്മീയ ചർച്ചകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ഇവിടെ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ, അനുഭവ മണ്ഡലത്തെക്കുറിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.